ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരിമ്പട മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ നമ്മുടെ മൂവിയിലോട്ട് കടക്കുന്ന മുന്നേ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? നമുക്ക് ക്യാമറമാൻ നിന്ന് തുടങ്ങാം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പേര് സജീന. ഞാന് നല്ലൊരു ക്യാരക്ടറേഷൻ ചെയ്തു. വേറെ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ടുള്ള ക്യാരക്ടറേഷൻ ചെയ്യുന്നു. ലൈക്ക് എന്താ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാം? ഒരു നായക, ഒരു അത്യാവശ്യം ചെറിയൊരു നായകനല്ലേ വിഷ്ണു, ഒരു ഇതായിട്ടുള്ളല്ലേ സഹോദരനായിട്ട് അഭിനയിക്കുന്നത് വിഷ്ണു. വിഷ്ണു അത്യാവശ്യം ഒരു നല്ല ലീഡറുള്ള വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സഹോദരിയായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് കഥ കുറച്ച് കൊണ്ടുവന്ന അവനല്ലേ പറഞ്ഞ കൊണ്ടുവന്ന ഇതിന്റെ മെയിൻ വില്ലന്റെ ഒരു പേരായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ കുറെ സസ്പെൻസും എല്ലാം കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, എൻ്റെ പേര് അജയ്. ഞാൻ കൊല്ലം അഞ്ചലാണ്. ഇതിനകത്ത് കോമ്രേഡ് മുനീർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഇതിനെ പറ്റി പറയാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് തകർക്കാൻ പറ്റിയത് ക്യാരക്ടറായിരുന്നു. ഓക്കെ, എൻ്റെ പേര് അനീഷ് മനോഹരൻ എന്നാണ് പേര്. അപ്പം ഞാൻ ഇതിനകത്ത് അക്ബർ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഏകദേശം ഹാഫ് ടൈം വരെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നായകൻ്റെയൊക്കെ മെയിൻ ലീഡിൻ്റെയൊക്കെ എൻട്രി വരുന്നത്. ആദ്യത്തെ ഫിലിമാണ്. നേരത്തെ ഷോർട്ട് ഫിലിമുകളും പിന്നെ അങ്ങനെ ആദ്യത്തെ ഫിലിം ആയതുകൊണ്ട് അല്ല നമുക്കറിയാവുന്ന ഇതൊക്കെ ആണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു, നേരത്തെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. അത് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2.5 മണിക്കൂറൊക്കെ വന്നു. അപ്പൊ 1 മണിക്കൂർ ബാക്കിയുള്ളവർ കൂടെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ഡയറക്ടറിനോടും ടീമിനോടും സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര അടിപൊളി, ലൈക് മൂവീസിലൊന്നും അധികം വരാത്തതാണ്. അപ്പൊ ക്യാമറമാൻ എന്ന നിലയ്ക്ക് എന്തായിരുന്നു ലൊക്കേഷനും മൂവിനെ പറ്റിയിട്ടും പറയാനുള്ളത്? മൂവിയെ കുറിച്ച് ഇപ്പൊ പൊതുവെ പറയാറുണ്ട് തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന കുറച്ച് എന്റെ സ്ഥലം ഞങ്ങളവിടെ മിനി മൂന്നാർ എന്ന് പറയുന്ന അമ്പനാട് സ്റ്റേറ്റ് എന്ന് പറയാം. അമ്പനാട് പോലെ ഉണ്ടായിരുന്നു. എന്റെ സ്ഥലം മൺട്രോത്തിരുന്ന സ്ഥലമാണ്. നമ്മളെ പൊന്മാനൊക്കെ എടുത്ത് അത് നമ്മുടെ നാട്ടിലായിരുന്നു. അവിടെ പണ്ട് കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ക്യാമറ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ. കുറച്ച് സീനൊക്കെ നമ്മുടെ എന്റെ സ്വന്തം വീട്ടിൽ വെച്ച് എടുത്തിട്ടുണ്ട്. എന്റെ സീനൊക്കെ